മിനിഞ്ഞാന്നോ മറ്റോ ഇന്നലെയോ മറ്റോ ഒരു ഉസ്താദാണ്, അയാൾക്ക് എന്തോ കടം കയറിയിട്ട് പ്രയാസമായിട്ട് അയാൾ ഒരു സ്ഥലത്ത് ബൈക്കിരിക്കുന്നു, മംഗലാപുരത്ത് കണ്ടാണ്, പിന്നീട് പുഴയിൽ ചാടി മരണപ്പെട്ടെന്നൊക്കെ ആത്മഹത്യ ചെയ്തെന്നൊക്കെ പറയുന്നു. എന്തൊരു അവസ്ഥയാണ് പടച്ചോനെ. അള്ളാഹുവേ, ഒരു മനുഷ്യൻ്റെ, അതായത് നമ്മൾ ഈ ഇങ്ങനെയൊക്കെ മരിക്കുന്ന ആളുകളെ പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താ പറഞ്ഞത്? ആത്മഹത്യ ചെയ്യാൻ പാടില്ല, ആത്മഹത്യ വലിയ കുറ്റാണ്, ആത്മഹത്യ വലിയ കുറ്റാണ് ആത്മഹത്യ ചെയ്യാനേ പാടില്ല. ഇനി ഒരാൾ ആത്മഹത്യ ചെയ്തു, അപ്പോൾ അയാൾ മോശമായിട്ട് മരിച്ചു എന്ന് നമ്മൾ പറഞ്ഞ് സംസാരിക്കാൻ പാടില്ല. നമുക്കറിയില്ല എൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന് നമുക്കറിയില്ല. ഒരു മനുഷ്യൻ, കാരണം അയാൾക്ക് ചിലപ്പോൾ ആ സമയത്ത് അയാൾക്ക് ബോധം ഉണ്ടാവില്ല. അയാളിങ്ങനെ ഇരുന്ന മനുഷ്യന്മാരെന്ന് പറഞ്ഞാൽ ഒരു നിമിഷം മതി അവൻ്റെ ബുദ്ധിക്ക് ഭ്രമം സംഭവിച്ചു പോകാൻ. അയാളുടെ കടത്തെപ്പറ്റി അയാൾ ആലോചിച്ച് ടെൻഷനായിട്ടുണ്ടാവും. അപ്പോൾ അയാൾക്ക് പരിസരബോധം നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. അപ്പോൾ അയാൾക്ക് ഇങ്ങനെ ചെയ്യാൻ തോന്നിയിട്ടുണ്ട്, അയാൾ ചെയ്തിട്ടുണ്ടാവും. അയാൾ സ്വബോധത്തോടെ നമ്മൾ അയാളെപ്പറ്റി വിശ്വസിക്കുന്ന എന്താ? സ്വബോധത്തോടുകൂടി ഒരിക്കലും അയാൾ അങ്ങനെ ആത്മഹത്യ ചെയ്യില്ല. അപ്പോൾ ഒരു അബോധാവസ്ഥയിൽ അയാൾ അങ്ങനെ ചെയ്തതായിരിക്കാം. മനുഷ്യൻ്റെ ബുദ്ധിക്ക് ഭ്രമം സംഭവിച്ചു പോയി, പെട്ടെന്ന് ഇങ്ങനെ ആലോചിച്ച് ഒരു ഇൻറ്റേർണൽ ഡിപ്രഷൻ ഉണ്ടായിട്ട് ആകെ ബുദ്ധി മറിഞ്ഞു പോയി അയാൾ എന്തോ ചെയ്യും. നമുക്ക് അയാളെപ്പറ്റി നമ്മളെ വിധിക്കരുത്. അയാൾ അങ്ങനെ ചെയ്തില്ലേ, ഇങ്ങനെ ചെയ്തില്ലേ എന്നൊന്നും പറഞ്ഞ് ഒരു മനുഷ്യനെ പറ്റി നമ്മൾ വേണ്ടാതീനം പറയാം. നമുക്കറിയില്ല, ഒരു മനുഷ്യൻ്റെ കൽബ് നമുക്കറിയില്ല. അല്ലാഹുവേ, സമാധാനമാണ് വലുത്. ഞങ്ങൾക്ക് സമാധാനം നൽകണേ അല്ലാ. ഏത് പ്രതിസന്ധി നിർഭരമായ ഘട്ടത്തിലും നീ ഞങ്ങളെ കൈവടിയല്ല റബ്ബേ. അല്ലാ, ഞങ്ങൾക്ക് ഏത് പ്രതിസന്ധി നിർഭരമായ ഘട്ടത്തിലും ഞങ്ങൾക്ക് യഖീനോടെ ഉറപ്പോടെ നിന്നെ തവക്കുലാക്കി, നിന്നിൽ ഇദാ അസംത ഫതവക്കൽ അലല്ലാഹ്, ആ നിലയ്ക്ക് ഞങ്ങളെ നീ കാലുകൾ ഉറപ്പിച്ച് നിർത്തണേ അല്ലാ. ഞങ്ങളെ പാദങ്ങൾ നീ ചിതറിപ്പിക്കല്ലേ അല്ലാ. ചിതറാ